ഞാൻ പുള്ളിയൊക്കെ പറഞ്ഞ നമ്മള് ബാത്റൂം തുറക്കണ ബ്രഷ് പോലത്തെ മീശ വേണം. എന്തായാലും കാസ്റ്റിംഗ് വാസ് പെർഫെക്റ്റ്. ഒരു വർഷം മുമ്പ് ഞാൻ പ്രകാശ് സാറിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇന്റർവ്യൂലൂടെ ആണ് ഈ പുള്ളിയുടെ ശബ്ദം. അന്ന് ഏതൊക്കെ ഡയറക്ടേഴ്സ് ആണ് ആ സമയത്ത് വളരെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത്? മിക്കവാറും എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാരതൻ സാറിനെ കണ്ടിട്ടുണ്ട്, സത്യനന്ദിക്കാർ സാറിനെ കണ്ടിട്ടുണ്ട്, ഫാസിൽ സാറിനെ കണ്ടിട്ടുണ്ട്. മ്യൂസിക്കിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, കൊമ്പനും പാമ്പും കുറുക്കനും എല്ലാം ഉണ്ട്. അതെ. തുടരുമ്പില് ജേക്സേട്ടന് ഇഷ്ടപ്പെട്ട ട്രാക്ക് ഏതാണ്? എനിക്ക് മിഴിയോരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അൻപേ എന്ന് പറഞ്ഞ ഗോവിന്ദ് പാടിയ പാട്ട് ഇഷ്ടം. കൺമണി എന്റെ ഫേവറേറ്റ് ആണ്. ബട്ട് കൂടുതലൊരു ആ പടത്തിന്റെ ഒരു എന്താ ആ തുടക്കത്തിലും ആ പടത്തിലോട്ടുള്ള ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള സോങ് മിഴിയോരം. സോ ഐ റിയലി ലവ് ദാറ്റ് ഫൈറ്റിന്റെ സമയത്തുള്ള പേമാരി. അത് തന്നെ, പേമാരി ആൻഡ് ദ സ്പേസ് യു ഡിഡ് ഇൻ ദ മ്യൂസിക് ഇറ്റ്സ് റിയലി ഗുഡ്. ബാക്കിയുള്ള സസ്പെൻസ് ആണ്, നമ്മൾ പറയുന്നതല്ല. ഇനിയിപ്പോ ഡിഡ് യു മെറ്റ് SI ജോർജ്? SI ജോർജിനെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ സെറ്റിൽ പോയപ്പോ ജോർജ് സാറ് പാവമായിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് ടെററല്ല, ഭയങ്കര ക്രിയേറ്റീവ് ജീനിയസ് ആണ്, ഇന്ത്യയുടെ ഒരു പ്രൈഡ് ആണ്. ഞാൻ ഒരു വർഷം മുമ്പ് ജോർജ് സാറിനെ ഞാൻ കണ്ടു, ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഐ നെവർ ന്യൂ ഹി വാസ് എ വില്ലൻ. ഒരു തരി പോലും ഒരു സ്പാർക്ക് എനിക്ക് തന്നില്ല. പക്ഷെ അതിലൊരു അത് തരേണ്ട ഒരു ക്രെഡിറ്റ്, ഓൾ ക്രെഡിറ്റ് ടു ഹിം. കാരണം അങ്ങനത്തെ ഒരാളെ സ്പോട്ട് ചെയ്ത് ആൻഡ് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ന്യൂ കമറെ പോലെ അല്ലല്ലോ, വെറുപ്പിച്ച് കളഞ്ഞു. അല്ല, ഐ വാസ് തിങ്കിങ്, ഞാൻ പടം കാണുമ്പോഴും ഒരു സെക്കൻഡ് പോലും യു ഡോണ്ട് ഫീൽ ദാറ്റ് ചില മാനറിസം, ചില കണ്ണിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ യു വിൽ ഫീൽ ഇതൊരു പുതിയ ആൾ ചെയ്യുന്നത്. പക്ഷെ ഇത് ആ കോൺഫിഡൻസ്, അത് ലാലേട്ടന്റെ കൂടെ അത്ര കോൺഫിഡന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റിയില്ലേ, ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പൊ SI ജോർജ് എവിടെ ഉണ്ടെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ട്? അതായത് എന്നോട് പറഞ്ഞു 29th എന്തോ ഷൂട്ടിന് പോവാന്ന് എന്നെ വിളിച്ചായിരുന്നു. പുറത്ത് എന്തോ ഷൂട്ടിനുണ്ടെന്ന്. ഐ ഡോണ്ട് നോ വെയർ ഈസ് നൗ. ഇനി എന്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എങ്ങനെയായിരിക്കും ഡയറക്ടർ തരൺ മൂർത്തി SI ജോർജിനെ കണ്ടെത്തിയ എന്നുള്ളതാണ്. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്ക് തരുണോട് ചോദിച്ചാലോ? ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ? കണക്ട് ചെയ്യാം. ഹലോ തരുൺ സർ. ഞാൻ RJ മറിയാണ് ഫ്രം ക്ലബ് FM റേഡിയോ. ഐ വാച്ച് തുടരും. ഞാനങ്ങ് ഫ്ലാറ്റായി പോയോട്ടോ, ഒരു രക്ഷയില്ല. എന്റെ മുമ്പില് ജേക്സേട്ടൻ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, എങ്ങനെയാണ് SI ജോർജിനെ കണ്ടെത്തിയെന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. വാട്ട് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ്? നമസ്കാരം. അപ്പോ ഞങ്ങള് ആക്ച്വലി ആ റോൾ ചെയ്യാനായിട്ടൊരു ഒട്ടും പിടികൊടുക്കാത്ത ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഫേസ് വേണം എന്ന് ഞാൻ ഈ തിരക്കഥ ലാലനോടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്. ചോദിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ടുവന്നാലോ, നമുക്ക് ഹിന്ദി അങ്ങനെ. അപ്പോഴും ഈ പറയുന്ന പോലെ മലയാളത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു തിയേറ്റർ ആർട്ടിസ്റ്റിനെ ഞാൻ തപ്പി കണ്ടുപിടിക്കാം. അപ്പൊ സമയമില്ലല്ലോ, നമ്മൾ എങ്ങനെ ചെയ്യും? അങ്ങനെ ലാലേട്ടൻ അങ്ങനെ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞൊരു ധൈര്യത്തിന്റെ പുറത്ത് ഞാൻ 2-3 ആക്ടേഴ്സിനെ പുറത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ അവരുമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്തി. അപ്പൊ എനിക്ക് എന്റെ ഏക കൺസേൺ മലയാളം പറയണം. ഡബിങ് പടമാണെന്ന് തോന്നരുത്. ഒരു നല്ല വേറെ ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡബ് ചെയ്യാണ്ട് സ്വന്തം ശബ്ദം തന്നെ യൂസ് ചെയ്യുന്ന ഭയങ്കര റോ ആയിട്ടുള്ളൊരു ആള് വേണം എന്ന് പറഞ്ഞപ്പോ നമ്മള് ഡിസപ്പോയിന്റഡ് ആയ ഈ കണ്ട ആർട്ടിസ്റ്റുകളൊക്കെ. അവരൊക്കെ വില്ലിംഗ് ആണ് ചെയ്യാൻ, അവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ചെയ്യാൻ, എനി ടൈം അവർ റെഡി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കൊരു ആർട്ടിസ്റ്റിനെ കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ രഞ്ജിത്തേട്ടനൊക്കെ പറഞ്ഞ ഒരു പുതിയൊരാളെ കിട്ടുകയാണെങ്കിൽ ഞാൻ ആക്ട് ചെയ്യിച്ചെടുക്കുന്നതിന് ഞാൻ ഏറ്റവും. പക്ഷെ എനിക്കൊരു രൂപം, ഒരു കഷണ്ടിയൊക്കെ ഉള്ള കട്ടി മീശയൊക്കെ ഉള്ള ഒരു രൂപം കിട്ടണം. ഇങ്ങനത്തെ ഒരാള് മനസ്സിലുണ്ടായിരുന്നോ? മറ്റേ കട്ടി മീശയൊക്കെ ആയിട്ടുള്ള ഒരു കട്ടി മീശ, ഒരു എന്താ പറയാ, നമ്മള് അത്രയ്ക്ക് കാസ്റ്റിംഗ് അടിപൊളി, പെർഫെക്റ്റ് മനസ്സിൽ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കോറായിട്ട് സുനിലേട്ടൻ പറഞ്ഞു, ഒരാളുണ്ട് പുള്ളി അഭിനയിക്കുമോന്ന് ചോദിച്ചു. ഞാൻ പുള്ളി അഭിനയിക്കല, ഒരു മുതലുണ്ടെന്നല്ലേ, ഒരു മുതലുണ്ടെന്ന് സുനിലേട്ടൻ എന്തൊക്കെ പറഞ്ഞു, ഒരു ഐറ്റം ഉണ്ട്. പക്ഷെ പുള്ളി അഭിനയിക്കാൻ ഒരു ചാൻസും ഇല്ല. ഈ പറഞ്ഞ കഷണ്ടിയും ഈ പറയുന്ന, ഞാൻ പുള്ളിയൊക്കെ പറഞ്ഞ നമ്മള് ബാത്റൂം തുറക്കണ ബ്രഷ് പോലത്തെ മീശ വേണം. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണ് പുള്ളി, നോക്കുകയാണെന്ന് സംസാരിച്ച് നോക്കാം എന്ന്. പ്രകാശ് വർമ്മ കേക്കണ്ട, പ്രകാശ് പറഞ്ഞു. പ്രകാശ് മീശ നീട്ടി വളർത്തിയാണ് ആ സമയത്ത്. അപ്പൊ എന്റെ ചോദ്യം, ഹൗ ഡിഡ് സുനിൽ ഫൈൻഡ് ഔട്ട് നമ്മുടെ പ്രകാശ് വർമ്മ സർ? സുനിൽ ഈ പറയുന്ന ഫോട്ടോഗ്രാഫി ഒക്കെ ആയിട്ടുള്ള കുറെ യാത്രകളിൽ എവിടെയൊക്കെയോ ഒരു
ഹൈ ബൈ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് അവര്. ഓക്കെ ഓക്കെ. നല്ല ഫോട്ടോഗ്രാഫറെ കണ്ടു കഴിഞ്ഞാൽ പ്രകാശ് വർമ്മ വിളിക്കാറുണ്ട്. അങ്ങനെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. യെസ്, എന്തായാലും കാസ്റ്റിംഗ് വാസ് പെർഫെക്റ്റ്. ഒരു വർഷം മുമ്പ് ഞാൻ പ്രകാശ് സാറിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ഐ തിങ്ക് തരുൺ അതൊക്കെ ഞാൻ ആ ഇന്റർവ്യൂലൂടെ ആണ് ഈ പുള്ളിയുടെ ശബ്ദം. So happy to hear that. മറിയാണ് അതിന്റെ കാരണക്കാരി എന്നാണ് പറയുന്നത്. അതിലോട്ടുള്ള ഒരു പ്രോഗ്രസ് ആണ് ഈ ഇന്റർവ്യൂ. ഞാൻ പിന്നെ ഇരുന്ന് പ്രകാശന്റെ ഇന്റർവ്യൂ മൊത്തം ഇരുന്ന് കണ്ടപ്പോൾ ഇയാളുടെ ശബ്ദം ഭയങ്കരമായിട്ട്. അല്ല, ഞാൻ കരുതി അതിപ്പോ ഈ റീസെന്റ് ആയിട്ട് പടം കഴിഞ്ഞെടുത്ത ഇന്റർവ്യൂ ആണെന്ന് കരുതിയത്. അന്ന് എടുത്ത ഇന്റർവ്യൂ ആണല്ലേ? വൺ ലുക്ക് ആയിരുന്നു പ്രകാശന്റെ. അന്ന് എന്നോട് പറഞ്ഞുണ്ട്, ഞാൻ ചെറുപ്പനാളത്തിലെ കോളേജ് കഴിഞ്ഞ സമയത്ത് ഞാൻ എല്ലാ ഡയറക്ടേഴ്സിനും പോയി കാണുമായിരുന്നു. വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ പതുക്കെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലിക്ക് പോയത്. So he really wanted to do that. After a long back he could do it through your movie. Nice. ഞങ്ങൾ ഓഡീഷൻ ഞാൻ ആദ്യം മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ പ്രകാശനം പറഞ്ഞു ഓൺലി ഫോർ മോഹൻലാൽ. എനിക്ക് മോഹൻലാലിനൊപ്പം ഒരു കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആണ്. അപ്പം പക്ഷെ അത് ഞാൻ നിങ്ങൾക്ക് ഒരു ബാധ്യതയാവരുത്. തരുണിന്റെ പ്രോസസ്സിലൂടെ എന്നെ കടത്തി വിടണം. ടെസ്റ്റ് നടത്തണം, ഓഡീഷൻസ് നടത്തണം, ലുക്ക് ടെസ്റ്റ് നടത്തണം. ഇതെല്ലാം പാസ്സായാൽ മാത്രമേ തരുൺ എന്നെ കാസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ. ഈ നമ്മുടെ വളരെയധികം വല്ലാത്തൊരു വില്ലനാണ് ഹായ് പറയുന്ന ഒരു രീതിയുണ്ട്. ഈ ഹായ് ആരിട്ടതാ? അതൊക്കെ തരുൺ, ആ ആക്ടേഴ്സ് എല്ലാം തരുണാണ്. തരുണിന്റെ മാനറിസംസും തനിയെ ഉണ്ടായി വന്നതാണ്. ഞാൻ എനിക്ക് പ്രകാശന്റെ ഫസ്റ്റ് സീൻ എടുക്കുന്നത് ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇരുന്ന് കോടതിയിലേക്ക് പോകാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന ഒരു സീനാണ് ആദ്യം ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ, അപ്പൊ എനിക്ക് വൺസ് ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ചേട്ടാ ഇയാള് ഭയങ്കരമായ ആനന്ദം കണ്ടെത്തുന്ന ആളാണ്. അപ്പൊ എനിക്ക് സൈക്കോ ആണോന്ന് വെച്ചാൽ സൈക്കോ ആണ്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഒരു ആനന്ദം, ഒരാളുടെ പതർച്ചയിൽ ആനന്ദം കണ്ടെത്തും. അതിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് മാനസം പിടിക്കാം. ഇയാളൊരു ഓഫ്കോഴ്സ് ഒരു നാർസിസ്റ്റ് ആണ്. അപ്പം നാർസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എവറി ടൈം അയാളുടെ ചുറ്റുമുള്ള ആളുകളെ ഐ ആം വെപ്പൺലെസ് എന്ന് പറയുന്ന ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ കാണിക്കണം. അപ്പൊ ഞാൻ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ആളാണ്, എന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഈ നാർസിസ്റ്റുകൾ എപ്പോഴും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ എല്ലാവരും അവൈലബിൾ ആണ്, ഞാൻ എല്ലാവരും ഡീപ്പ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു എക്സ്കവേഷൻ ആയിരുന്നല്ലോ. അത് ഈ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും. ഇപ്പൊ മ്യൂസിക്കിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കൊമ്പനും പാമ്പും കുറുക്കനും എല്ലാം ഉണ്ട്. അതെ അതെ അതെ. എന്റെയും ജെയ്ക്സിന്റെയും സെക്കൻഡ് കൊളാബറേഷൻ ആണ്. എങ്ങനെയാണ് ജെയ്ക്സിന് ഇൻപുട്ട് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ജെയ്ക്സിനെ ഡെലിവറി ചെയ്യാൻ പോണെന്നുള്ള കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. അപ്പം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജെയ്ക്സിന്റെ ഏറ്റവും വലിയ മൈൻഡ് സെറ്റും അത് തന്നെ. അപ്പം എന്താണ് തരുണേ വേണ്ടത്? ഇപ്പൊ എനിക്ക് ജെയ്ക്സ് പറഞ്ഞ ഒരു വാചകം ഭയങ്കര ഇഷ്ടമായി. എന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ഡയറക്ടറും ഡിസപ്പോയിന്റ് ആയിട്ട് ഇറങ്ങി പോകാൻ പാടില്ല. ഒരു കമ്പാനിയനായിട്ടാണ് എന്നെ കാണുന്നത്. തരുണിന്റെ ഒരു വിഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക്കൽ കമ്പാനിയൻ. ആ ഒരു സപ്പോർട്ടാണ്. ഞങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്, അഭിപ്രായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, ഒരു സീനിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. തരുൺ അത് എന്ത് എക്സ്റ്റെൻഡിലോട്ട് പോകണമെന്ന് വെച്ചാൽ, പക്ഷെ അൾട്ടിമേറ്റ്ലി ഹി ഹാസ് ടു, എന്റെ ഇഷ്ടത്തിനുപരി ഐ ഗിവ് മോർ പ്രയോറിറ്റി ടു ഹിം. അങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് നമ്മൾ പോയത് ഈ പടം. എന്തായാലും എൻ്റെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, വിനു പപ്പു അതേപോലെ തരുൺ മൂർത്തി തുടരുമെന്ന് ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞായിരുന്നു. ജേക്സ് ബിജോയ് ആൻഡ് SI ജോർജ് തുടരുമോ? SI ജോർജ് ഇനി പരിസരത്തേക്ക് വരാൻ സാധ്യതയില്ല. എനിക്ക് കിട്ടുന്നത് ജോർജ് സാറ് ഇനി സിനിമകളൊക്കെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല. പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ചെയ്തു തീർക്കാറുണ്ട്. അത്രയേറെ കമ്മിറ്റ്മെന്റുകളുണ്ട് അഡ്വർടൈസ്മെന്റ് ഫീൽഡിനകത്ത്. ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് റെമ്യൂണറേഷൻ വാങ്ങുന്ന ഒരു മനുഷ്യനാണ്. ഇതൊക്കെ എന്ത് മലയാളം ഇൻഡസ്ട്രി നീഡ്സ് ഹിം. കമന്റ്സിൽ ഞങ്ങൾ NF വർഗീസിനെയൊക്കെയാണ് കണ്ടത്, പണ്ടത്തെ മറ്റേ ഇതുണ്ടല്ലോ. 100%. സെറ്റിൽ പോകുമ്പോഴായാലും വളരെ ലൈക്ക് യു സെഡ് ഫ്രണ്ട്ലി, അൺഅസ്യൂമിങ്. കൺമുണിപ്പൂവേ കഴിഞ്ഞിട്ട് എന്നെ ആദ്യത്തെ കോൾ വിളിച്ചിരിക്കുന്നത് ജോർജ് സാറാണ്. ഏതോ അൺകൗണ്ട്. ഞാൻ തരുണോട് പറഞ്ഞു, ആ പാട്ടിന്റെ എസൻസ് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർഡ് ജെയ്ക്സ്. ആ ഒരു ക്രിയേറ്റീവ് ഒരു വ്യക്തിയുടെ ഓക്കെ ജെയ്ക്സ് ഗുഡ് ലക്ക്. എല്ലാ പാട്ടുകാർക്കും പുള്ളി വിളിച്ച് പോലെ അല്ല. ഇപ്പൊ നമ്മളൊരു നല്ലൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആംഗിൾ നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ബ്രില്യന്റ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളോട് സംസാരിച്ചതിന്. ഉറപ്പായിട്ടും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ഗുഡ് ഡേ ട്ടാ.